എവിടെ 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 കാറൊക്കെ പോണത്? നമ്മളെ അരോണേന എടുക്കാൻ പോകും. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു അരോണേന എടുക്കാൻ പോകും. സിൽവർ അരോണേന ഒരു 2 ഫീറ്റിന്റെ ടാങ്ക് കൊടുക്കാൻ പോകുന്നു. ഓടച്ചെന്ന് നോക്കാം. പിന്നെ അവിടെ കെരാപ്പരിച്ചിൽ നമ്മള് 1-2 വർഷമായി പോകാൻ തുടങ്ങിയിട്ട് സ്ഥിരം പോണ സ്ഥലത്താണ് പോണത്. അപ്പോ അവിടെ ഒരു പൂച്ചയുണ്ട്, സിംബ എന്നാണ് പേര്. വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ അവിടെ നിന്ന് 10 ലക്ഷം രൂപ എന്നാലും സിംബേനെ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇല്ല, അപ്പൊ നമുക്ക് അതും കൂടെ നോക്കാം. അപ്പൊ നമുക്ക് അവിടെ ഇല്ല, 10 ലക്ഷം തന്നാലും കൊടുക്കൂല. അപ്പൊ നമുക്ക് അവിടെ തന്നെ കാണാം. അപ്പൊ നമ്മളെ ശരിക്കും സ്ഥലം ഇത് കിയാരാപെറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ആനാറ ബൈപ്പാസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ലുലു മോളിലേക്ക് പോകുന്ന വഴി നമ്മൾ കരിക്ക അമ്പലത്തിലേക്ക് തിരിയുക. കരിക്ക ക്ഷേത്രത്തിന്റെ ബോർഡ് കാണാം. അതായത് കരിക്ക അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ആ തിരിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഓപ്പോസിറ്റ് കാണാം. ഇതാണ് കിയാരാപെറ്റ്സ് അല്ലേ ഉണ്ണി? കിയാരാപെറ്റ്സ്. ഇവിടെയാണ് നമ്മള് ഒരുപാട് സംഭവങ്ങളുള്ളത്. മീന്, കപ്പ് ചവറ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ആളോടെ നിപ്പുണ്ട്, മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുകയാണ്. ചേട്ടൻ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. സിംബ ഉണ്ടല്ലോ, ഇതാണ് സിംബ. ചേട്ടൻ എന്തേ ഉണ്ടാ? ഇവന്മാരൊന്നും പോയില്ലേ? ബംഗാൾ ക്യാറ്റ് കയറ്റിട്ടാ കറക്റ്റ് ആയിരിക്കും. എനിക്ക് സിംബ നമ്മളെ ഷോപ്പിലേക്ക് കയറി. ആണ് നമ്മുടെ കിയാരാപെറ്റ്സ്, വർണ്ണശബളമായ കിയാരാപെറ്റ്സ്. നമ്മളെ ചേട്ടൻ ഇപ്പൊ വരും, വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല, കംപ്ലീറ്റ് സാധനം, കംപ്ലീറ്റ് A to Z സാധനം. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ്. ചേട്ടോ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇവിടെ നിങ്ങൾ 10 ലക്ഷം തന്നാലും കൊടുക്കില്ല എന്നൊരു പൂച്ചയെ കുറിച്ച് അറിഞ്ഞായിരുന്നു. ഏതാണ് ആ പൂച്ച? അങ്ങനെ ഒരു പൂച്ചയുണ്ട്. എന്താണ്? ഞാന് ദുബൈയിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ചയാണ്. ദുബൈയിൽ നിന്നാണ്. 10 ലക്ഷം കൊടുത്താൽ ആർക്കും കൊടുക്കൂല. അതെന്താ? അത് എന്റെ കുഞ്ഞാണ്, എന്റെ കുട്ടിയാണ്. ഞാൻ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശമില്ല. ഞാൻ സമ്മതിച്ചാലും എന്റെ കുടുംബം സമ്മതിക്കില്ല. എന്റെ കുടുംബം സമ്മതിച്ചാലും എന്റെ സ്റ്റാഫ് സമ്മതിക്കില്ല. ഉണ്ട്. അതെ, അങ്ങനെയാണ് ആ പൂച്ച. ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. എന്താ കാണാൻ പറ്റില്ല? സിംബ വിളിക്കാൻ വേണ്ടി ഇതാണ് ആ സാധനം. 10 ലക്ഷം തന്നാലും കൊടുക്കില്ല എന്ന് പറയുന്ന ചേട്ടന്റെ കുഞ്ഞിനെ പോലാണോ നോക്കണ? അവനിങ്ങനെ ഇരിക്കാനേ ഭയങ്കര ഇഷ്ടമുള്ള. ഇതാണ് ഇത് എവിടുത്തെ ബ്രീഡ്? റഷ്യൻ ബ്രീഡാണല്ലേ? അവിടെ നിന്ന് കിട്ടിയത്? റഷ്യയിൽ നിന്ന് ദുബൈയിൽ വരുത്തി അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. റഷ്യയിൽ നേരെ ദുബായിൽ നിന്ന് പാസ്പോർട്ട് ഫ്ലൈറ്റിൽ കയറി വന്ന ആളാണ്. ഫ്ലൈറ്റിൽ 13 പേര് വന്ന് അതിലൊരാള് ദേഹമാണ്. ഒരാള് ചോദിച്ചു അല്ലേ ഇതിനാ? വേറൊരു പൂച്ച ഇറങ്ങി ഓടി. നാടൻ പൂച്ച. നാടൻ പൂച്ചയെ കിട്ടി. ഓടിയെന്ന് റോഡിൽ കിട്ടുന്ന എല്ലാത്തിനെയും ചെയ്യും. ഇതിനെന്താ ഇത്ര സ്പെഷ്യാലിറ്റി? കാര്യം സാധാരണ ആൾക്കാര് കാശ് തന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ വിൽക്കാറുണ്ട്. കാശിന് വേണ്ടി ജീവിക്കുന്ന ലോകമാണ്. ചേട്ടൻ മാത്രം 10 ലക്ഷം തന്നാലും ഈ കുഞ്ഞിനെ കൊടുക്കില്ല എന്നാണ് പറയണത്. അത്രയ്ക്ക് ഇഷ്ടമുള്ളവരാണ്. നമ്മളെ ഭയങ്കര അനുസരണയാണ്. പറഞ്ഞ അനുസരിച്ച് ഈ ഡോഗ്സ് ഒക്കെയാണ് നമ്മൾ ഈ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇവര് ആറ്റിറ്റ്യൂഡിന്റെ ആൾക്കാരാണ്. പൂച്ച എന്ന് പറയുന്നത് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. അവരൊരിക്കലും പറഞ്ഞ കേൾക്കില്ല. അപ്പൊ ഇന്ന് ഒരു ചിക്കന്റെ ഫ്ലേവർ ആണെന്ന് അവൻ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നാളെ കൊണ്ടുവന്ന് മട്ടന്റെ ഫ്ലേവർ കൊടുത്ത് അവൻ കഴിക്കില്ല. അവൻ നടന്നു വന്ന് നോക്കും, തിരിച്ചു അതേപോലെ ഒരു കിടന്നിട്ട് ഒരു നോട്ടമുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? നീ നിന്ന് ഞാൻ കഴിക്കണോ, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ഡോഗ് അങ്ങനെയല്ല. അവർക്ക് ഒരു കഷ്ണം, ഏതെങ്കിലും ഒരു കഷ്ണം കൊടുത്താൽ മതി, അവരതും കഴിച്ചു. അതാണ് ഡോഗ്. പക്ഷെ ഇവര് ആറ്റിറ്റ്യൂഡിന്റെ ആൾക്കാരാണ് പൂച്ച എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു പൂച്ചനെ 10 ലക്ഷം കൊടുത്താൽ കിട്ടും. ബുദ്ധിമുട്ടാണ്. ഇതാണ് പ്ലേസ്. ഇവൻ ഹാൻഡിൽ ചെയ്യാം. ആദ്യം തന്നെ ഇങ്ങനെ കൈയെല്ലാം കാണിച്ച് കൈയെല്ലാം കൊടുത്ത ശേഷം പ്രത്യേകത
കറങ്ങാനൊക്കെ പോകും, എല്ലാം പോകും. പുറത്തൊക്കെ പോയിട്ട് അതേ കറങ്ങാനൊക്കെ പോകാൻ കൊടുക്കാറുണ്ട്. നെയ്റ്റിയാ പോലെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ഞാൻ ചോദിച്ചു, പക്ഷെ കൊടുക്കില്ല. ഞാൻ കൊടുക്കില്ല. അത് അവനോട് ചെയ്യുന്ന അവനോട് ചെയ്യുന്ന ക്രൂരതയാണ്. എങ്കിലും സമയമുണ്ട്, ഞാനത് സമയം നോക്കിയിട്ട് ചെയ്യാം. 1.5 വയസ്സായതേ ഉള്ളൂ. ഇവന്റെ കുഞ്ഞിനെ പോലെ ആർക്കും കൊടുക്കൂലെന്നാണ്. അവന്റെ ഇരുത്തം അങ്ങനെയാണ്. ടെറർ ലുക്ക് ആണെങ്കിലും ആള് വളരെ സോഫ്റ്റ് ആയുള്ള ഒരാളാണ്. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഇവിടെ ഇരുന്നോ, സെക്യൂരിറ്റിയാണ്. പാസ്പോർട്ട് എടുത്ത് ദുബായ് വന്ന ആളാണ്. ഇതിനെ കുറിച്ച് അറിഞ്ഞ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം വരുമ്പോ ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞാണ് വന്നത്. ഞാൻ ഒരു പ്രാവശ്യം നന്നാ വെയിറ്റ് ചെയ്യാൻ തരൂ. താങ്ക് യു വെരി മച്ച്. ആലോചിക്കാം. വെയിറ്റ് ചെയ്യാൻ തരൂ. ആലോചിക്കാം. വെയിറ്റ് ചെയ്യണമെങ്കിൽ പോലും 1 ലക്ഷം രൂപ കൊടുത്താലേ അവനെ വെയിറ്റ് ചെയ്യാൻ പോലും കൊടുക്കും എന്നാണ് പുള്ളി പറയുന്നത്. നോക്കാം, ഒരു പൂച്ചയുടെ വാല്യൂ മനുഷ്യരെക്കാളും ചേട്ടാ. ഇതെന്താണ് സംഭവം? ഇത് ബംഗാൾ കേറ്റാണ്. ബംഗാൾ കേറ്റ്. ബംഗാൾ റേറ്റ് ഒരു കളക്ഷൻ ഉണ്ട്. റേറ്റ് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. റേറ്റ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു കളക്ഷനാണ് എന്റെ ഒരു അറിയാം. ഇത് ഞങ്ങളുടെ ഒറിജിനൽ ബംഗാൾ. ഇതാണ് ഞങ്ങളുടെ ഒരു പേര് മറിയെന്നാണ്. മറിയാ ഒറിജിനൽ ബംഗാൾ കേറ്റ്. മറിയോ ഇതിന്റെ കുഞ്ഞുങ്ങളാണോ ഇത്? അല്ല അറിയാം. ഓ, ഇതിനെന്താ മാറ്റിട്ടേക്കണ? അത് എന്റെ ഫേവറേറ്റ്. ആരും എല്ലാരും വന്ന് തൊടണ്ട. അങ്ങനെ ആർക്കും കൊടുക്കൂല. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ അന്തരമാണ്. ഇതിന്റെ പ്രത്യേകം ജാതി കൂടിയതാണ്. സാധനം തോളിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അല്ല, നല്ല വലിപ്പമുള്ളതേ ഉള്ളൂ. അതിന് 200-300 അത് കൊടുത്തതാണ്. അല്ല, വേറെ ഒരെണ്ണം ഉണ്ട്, നോക്കി. ചേട്ടാ, അരവണ നോക്കാൻ വന്നാണ്. അരവണ പ്രൈസ് കാണിക്കണം. എന്നാൽ അത്യാവശ്യം മാർക്കറ്റിലുള്ളതിനേക്കാളും റേറ്റ് കുറവാണ്. വളരെ റേറ്റ് കുറവാണ്. 50ഒന്നുമില്ല. 50 ഞാൻ തരും. നിങ്ങൾക്ക് തരും. അങ്ങനെ കൊടുക്കാറുണ്ട്. ചുമ്മയും കൊടുക്കാറുണ്ട്. ചില പിള്ളേർ വരുമ്പോ പിള്ളേരുടെ പൈസ ഉണ്ടാവില്ല. ഞാൻ വെറുതെ പിള്ളേർക്ക് കൊടുക്കും. സ്നേഹം കൊണ്ട് കൊടുക്കും. അവരുടെ കയ്യിൽ ചിലപ്പോ ഒരു 30 രൂപയുടെ കപ്പി വാങ്ങാനുള്ള പൈസ കാണുള്ളൂ. അപ്പൊ അവർക്ക് വേറെ 2 കപ്പി കൂടി വാങ്ങണം നിർബന്ധം ഉണ്ടാവും. വെറുതെ കൊടുക്കും. അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരുപാട് പ്രാവശ്യം കൊടുക്കാറുണ്ട്. എലിജിബിൾ ആണെങ്കിൽ യു ആർ എലിജിബിൾ ടു ഗെറ്റ് ഇറ്റ്, യു ക്യാൻ ടേക്ക്. ശരി, ടാങ്ക് നാളെ വൈകിട്ടിനകത്ത്. ഓക്കെ, 8 മണിക്ക് ഇപ്പൊ തരാം. ബാക്കിയുള്ളത് ഇതൊക്കെ നിയോൺ ടെട്രയാണ്. വില പറയാൻ ആഗ്രഹിക്കില്ല. ഇല്ല. വില പല കടകളിലും പലതാണ്. എന്റെ തന്നെ ഇവിടുത്തെ കടയിലെ വിലയല്ല തിരുവല്ലത്തുള്ള കടയിലെ വില. തിരുവല്ലത്തെ കടയുടെ റെന്റ് എന്ന് പറയുന്നത് ചെറിയൊരു റെന്റാണ്. ഇവിടെ അവിടുത്തെ ഡബിൾ അടയ്ക്കണം ഇവിടുത്തെ റെന്റ്. അപ്പോൾ റെന്റിന്റെ വേരിയേഷൻ വരുമ്പോഴും ഇലക്ട്രിസിറ്റിയുടെ നമ്മുടെ എക്സ്പെൻസിന്റെ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് ഇത് തന്നെയാണ് നമ്മുടെ ഓസ്കാർ അതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ ഒരു വിലയും അവിടെ ഒരു വിലയാണ്. അപ്പൊ ഇവിടുത്തെ വില ആയിരിക്കില്ല അവിടുത്തെ വില. വില കുറവായിരിക്കും തീർച്ചയായിട്ടും. ടിൻഫോയില് എല്ലാ റേറ്റ് കുറവാണ്. കാണിക്കാൻ പാടില്ലെന്നാണ്. ലോബ്സ്റ്റർ കിടപ്പുണ്ട്. ലോബ്സ്റ്റർ അല്ല, കൊഞ്ച് ഞാൻ കണ്ടല്ലോ ചേട്ടന്റെ തോളി ഇരിക്കുന്നതാണ് സാധനമാണ്. എങ്ങനെയാണ് ഇണക്കണത്? അത് ഹാൻഡ് ഫീഡ് എടുത്ത് നമ്മൾ ഇണക്കണം. ബോട്ട് എങ്ങനെ ഇണക്കണത്? ഹാൻഡ് ഫീഡ് കൊടുത്ത് ഇണക്കാൻ പറ്റും. അന്ന് വരുമ്പോ സ്കിന്നിൽ നിന്ന് ഇപ്പതറൊന്നും കാണില്ല. നമ്മൾ ഫുഡ് കൊടുത്ത് നമ്മളായിരിക്കണം അച്ഛനും അമ്മയും എല്ലാം. ഇത് വിൽക്കാൻ തന്നെ അല്ലേ?
ഇല്ല, ഇത് കൊടുക്കാനുള്ള ഇതും കൊടുക്കൂല, എത്ര ലക്ഷം വന്നാലും കൊടുക്കൂല. അത് കൊടുക്കൂല. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാനിങ്ങനെ കുറച്ച് സിംബേന പൂച്ചേനെ കൊടുക്കില്ല, ലക്ഷം തന്നാലും കൊടുക്കില്ല. ഇതിനെ കൊടുക്കില്ല, മറിയത്തിനെ കൊടുക്കില്ല, മറിയത്തിനെ കൊടുക്കൂല, നമ്മുടെ ബംഗാൾ ക്യാറ്റ് ഇതിനെയും കൊടുക്കൂല, എത്ര ലക്ഷം ആയാലും കൊടുക്കൂല. ഇവിടെ എപ്പോഴും കൂടെ തന്നെ കൂടെ ഉണ്ടാവും. എന്റെ ഇവിടെ കഴക്കൂട്ടവും എല്ലായിടം വരും. ബൈക്കിൽ വരും, വണ്ടിയിൽ വരും, ബൈക്കിൽ വരും, സ്കൂട്ടറിൽ വരും, സ്കൂട്ടറിൽ വന്നിരിക്കും, ഇവിടെ ഇരുന്നോളും. അത് സാധാരണ ആൾക്കാർ ഇതിനൊക്കെ വളർത്തിട്ട് വിൽക്കുകയാണ് ചെയ്യണത് കാശിന് വേണ്ടി. ചേട്ടൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ കാശ് വാങ്ങുന്നില്ല? അങ്ങനെ ഇനി ചില ഐറ്റംസ് ഉണ്ട് വിൽക്കാൻ കൊടുക്കില്ല, കുറെ ഐറ്റംസ് ഉണ്ട് കൊടുക്കില്ല, ഇല്ലാത്ത ഒരു രക്ഷയില്ല ചേട്ടന്റെ ആറ്റിറ്റ്യൂഡ്. ചില ഐറ്റങ്ങൾ നമ്മൾ അതിനോട് അഡിക്റ്റ് ആയി പോയി. കൊടുക്കില്ല. ഒരു പുലിവാഹം കിടപ്പുണ്ട്, അതും പുലിവാഹം ഞാൻ ഇപ്പൊ കൊണ്ടുവന്നല്ലേ അത്? അതും ആഗ്രഹപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇതല്ലേ? ഇത് ഇനി കൊടുക്കൂല? ഇല്ല, നോക്കണ്ട ആരും വന്നാലും കൊടുക്കൂല. ഇല്ല. നമുക്കൊരു പമ്പൂടെ വേണം ചേട്ടാ. പമ്പ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാ സാധനവും ഉണ്ടല്ലേ? കംപ്ലീറ്റ് സാധനങ്ങളും എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഫുഡും ഐറ്റങ്ങള് നമുക്ക് 3-1 വെക്കാൻ പറ്റുന്നത് ഏതാണ്? ടോപ്പ് ഫിൽറ്റർ വെക്കാൻ നമുക്ക് 20 വാട്ട്സിന്റെ വെക്കാം. എനിക്ക് മാക്സിമം ഡിസ്കൗണ്ട് തരണം, ഞാൻ ഇപ്പൊ പേയ്മെന്റ് ചെയ്യും. തീർച്ചയായിട്ടും. ഇവിടെ എത്ര ടാങ്ക് ആയെന്ന് അറിയില്ല. സ്റ്റിംസ് ആണ്, വളരെ പല കളറിലുള്ള ഞണ്ടല്ലോ, കൊഞ്ച്, ഷ്രിംപ് അല്ലേ? ഓഹോ, ഒന്നിന്റെയും വില ഞാൻ കാണിക്കുന്നില്ല, നിയമപരമായിട്ട് കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇവിടെ പേരെന്താണ്? കിട്ടു കൊത്തില്ല. ഇത് കസ്റ്റമർ വന്നാൽ പറന്നു പോയൊന്നുമില്ല, പുറത്തിറക്കിയ പറന്നും പോവില്ല. വീട്ടിൽ വേണം തോളിലിരുന്ന് കൂടെ വരും, ചായ കുടിക്കാനാ കൂടെ വരും. കൂട്ടുകാരെ നിങ്ങള് കണ്ടല്ലോ, നിങ്ങൾക്ക് മിനിമം ഒരു 30 to 40% ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കിയാര പെറ്റ്സ് ആനാറ ബൈപ്പാസ് വന്നാൽ മതി. എന്റെ പേര് പറഞ്ഞാൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും. അടി കിട്ടില്ല, ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് നമ്മളെ ടാങ്ക് എല്ലാം. ഒന്നിന്റെ വിലയൊന്നും പറയണ്ട കേട്ടോ, പുള്ളിക്ക് താല്പര്യമില്ല വില പറയുന്നത്. വില പറയില്ല. ഇതൊക്കെ വലിയ ഹ്യൂജ് ടാങ്കാ. അതാ ഇത് കണ്ടോ, ഇതാ പ്ലാന്റഡ് അക്വേറിയം. ഇത് ചെയ്ത് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 15 രൂപയെങ്കിലും ആവും. പ്ലാന്റഡ് അക്വേറിയം അല്ലേ? ടാങ്ക് മാത്രം ഉണ്ണിയുടെ അരോണ ആണ് നമ്മൾ എടുക്കാൻ പോകുന്ന സാധനം, ഐറ്റം. ഇപ്പൊ എടുത്തുകൊണ്ട് നമ്മള് വൈകിട്ട് കൊണ്ടുപോയിടും. ഇത് സംഭവം എല്ലാം ഓക്കെ. അപ്പൊ ഉണ്ണി ഹാപ്പി. അപ്പൊ നമ്മള് ടാങ്ക് ഇപ്പൊ വരും. കിളി പേടിയാ. ഇത് വേണ്ടേ ഇനി? അത് നമുക്കൊരു ബാക്ക് ടോണിൽ വേണ്ടേ? ഇതിന്റെ ബാക്ക് ടോണിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാലോ, ഈ ആന്റിബയോട്ടിക് ഉണ്ണി ആന്റിബയോട്ടിക് വേണ്ടേ? ഇവിടെ ആന്റിബയോട്ടിക് കിട്ടും. ഇവിടെ ആന്റിബയോട്ടിക് മെഡിസിൻസ് കാര്യങ്ങൾ ഫുഡുകൾ കംപ്ലീറ്റ് ചേട്ടാ. ഒരു ബാക്ക് ടോണിൽ തരണേ, ബാക്ക് ടോണിൽ ആന്റിബയോട്ടിക്. അത് അരോണയ്ക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ കെരാ പെറ്റ്സ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മളിന്ന് വൈകുന്നേരം ഇതൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇതാണ് കെരാ പെറ്റ്സ് ഹബ്ബ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മള് ടാങ്കും നമ്മളെ അരോണേനെ എല്ലാം നമ്മൾ എടുക്കണത്. അപ്പൊ വൈകിട്ട് വന്ന് നമ്മളെടുക്കും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ആ മീനിനെ ടാങ്കിനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നോക്കി നമ്മളെ വീട്ടിൽ വെച്ച് കാണാം. കാറിലോട്ടാവാം, തിരിച്ചാവാം.